വേറെ കിടപ്പാടയില്ല. ഈ കൊച്ചിനെ കൊണ്ട് ഈ വയസ്സായ അമ്മയെ കൊണ്ടൊക്കെ നമുക്ക് വേറെ നിവർത്തിയില്ലാത്ത മനപ്പുറം ഇവരെല്ലാം നിക്കരിക്കുന്നത് നല്ലതൊന്നും. അവരിനി പറഞ്ഞ പോലീസിനെ കൊണ്ട് അവർ ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനും ഉണ്ട്, എൻ്റെ അമ്മയുണ്ട്, പ്രായ പെൺകൊച്ചുണ്ട്, 22 വയസ്സായി മോക്ക്. അതിനെന്തെങ്കിലും ജോലി കിട്ടിയിരുന്നെങ്കിൽ അത് നമ്മൾ അടച്ചിടരുത് മാസം. എനിക്ക് ശ്വാസം മുട്ടലിന് ബുദ്ധിമുട്ട്, മരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്നത്. കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി ഭയന്ന വൃദ്ധമാതാവും മകളും കൊച്ചുമകളും തിരുവനന്തപുരത്ത് പാലോട് പ്ലാവറയിലാണ് സംഭവം. 3 സെന്റ് സ്ഥലത്ത് ഒരു കൊച്ചുവീട്ടിൽ താമസിക്കുകയാണ് സുധർമ്മ എന്ന വൃദ്ധയും മകൾ സിമിയും കൊച്ചുമകളും. സുധർമ്മയുടെ മകൾക്ക് കടുത്ത ശ്വാസകോശ രോഗമുണ്ട്. കൊച്ചുമകൾ പഠനം കഴിഞ്ഞ് നിൽക്കുന്നു, ജോലിയായിട്ടില്ല. സുധർമ്മ എന്തെങ്കിലും ജോലിക്ക് പോകണം. ഈ കുടുംബത്തിൽ അടുപ്പരിയണമെങ്കിൽ ആൺതുണ ഇല്ല എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രശ്നം. ഞാനും ഉണ്ട്, എൻ്റെ അമ്മയുണ്ട്, പ്രായ പെൺകൊച്ചുണ്ട്, 22 വയസ്സായി മോക്ക്. അതിനെന്തെങ്കിലും ജോലി കിട്ടിയിരുന്നെങ്കിൽ അത് നമ്മൾ അടച്ചിടരുത് മാസം. എനിക്ക് ശ്വാസം മുട്ടലിന് ബുദ്ധിമുട്ട്, മരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ലോൺ കഥയെക്കുറിച്ച്. 10 വർഷം മുമ്പ് സുധർമ്മയുടെ സഹോദരൻ്റെ ഭാര്യ ശാന്തയുടെ 8 സെന്റ് പുരയിടവും സുധർമ്മയുടെ 3 സെന്റ് പുരയിടവും ഈടായി നൽകിയാണ് കേരള ബാങ്കിൽ നിന്ന് വീട് പണിക്കു വേണ്ടി 5 ലക്ഷം രൂപ വായ്പയെടുത്തത്. ശാന്ത വെറും ജാമ്യക്കാരി മാത്രമായിരുന്നുവെന്ന് ബാങ്കും സമ്മതിക്കുന്നു. സിമിയും സുധർമ്മയും ചേർന്ന് 2 ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചു. എന്നാൽ അനാരോഗ്യം അമ്മയെയും മകളെയും തളർത്തിയതോടെ ലോണിന്റെ തിരിച്ചടവ് മുടങ്ങി. 5 ലക്ഷം രൂപ 10 വർഷത്തെ കാലാവധിക്കാണ് ഇവർ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈ വർഷം അത് 14 ചില്ലറ ലക്ഷം രൂപയായി. അപ്പൊ ഈ ജനുവരി 1 മുതൽ ഏപ്രിൽ 30 വരെ OTS പ്രകാരം അവർ 10 ലക്ഷം രൂപ ഇളവ് ചെയ്ത് മുതൽ മാത്രം അടച്ചാൽ മതിയായിരുന്നു. 5 ലക്ഷം രൂപ അത് ജനുവരി 1 മുതൽ ഏപ്രിൽ 30 വരെ ഗഡുക്കളായിട്ട് അവർക്ക് അടയ്ക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ ഈട് വെച്ചിരിക്കുന്നത് 11 സെന്റും 2 വീടും 11 സെന്റ് സ്ഥലവുമാണ്. അപ്പോൾ ഇതൊന്നും അവർ ചെവിക്കൊള്ളാതെ എപ്പോഴും ചോദിച്ചാലും അടയ്ക്കാൻ പറ്റത്തില്ല, നിവർത്തിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവസാനമാണ് ഈ കോടതി ഉത്തരവ് വന്നത്. 11 സെന്റാണ്, 2 വീടാണ്, അതിൽ നിന്ന് 1 വീടാണ് ഒഴിപ്പിക്കാൻ ഇപ്പോൾ വന്നത്. പേപ്പറുകൾ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ കോർട്ട് ഓർഡർ വന്ന പിറ്റേ ദിവസം ബാങ്കിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, സാവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നു, അടയ്ക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നിമിഷം വരെ അവരത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പാലോട്. പിന്നെ ജപ്തിയായി. ഉടനെ വീട് വിട്ടിറങ്ങണമെന്ന് ആക്രോശിച്ച പോലീസിനെയും കൂട്ടി കേരള ബാങ്ക് ശാഖയിലെ വനിതാ മാനേജറും സംഘവും കഴിഞ്ഞ ദിവസം പ്ലാവറയിലെ വീട്ടിലെത്തി. വീട്ടിലെ സ്ത്രീകളെ കണക്കിന് പരിഹസിച്ചും ഭീഷണിപ്പെടുത്തിയും വനിതാ മാനേജർ ഊറ്റം കൊണ്ടു. പണം തവണകളായി തിരിച്ചടയ്ക്കാൻ സാവകാശം തേടിയ സുധർമ്മയെയും സിമിയെയും അപഹസിച്ച മാനേജർ നിന്നെയൊക്കെ ഇറക്കി വിട്ട് വീട് പൂട്ടി സീല് വയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും മടിച്ചില്ല. നമുക്ക് വേറെ കിടപ്പാടയില്ല. ഈ കൊച്ചിനെ കൊണ്ട് ഈ വയസ്സായ അമ്മയെ കൊണ്ടൊക്കെ നമുക്ക് വേറെ നിവർത്തിയില്ലാത്ത മനപ്പുറം ഇവരെല്ലാം നിക്കരിക്കുന്നത് നല്ലതൊന്നും. നമ്മൾ 2 മാസം സാവകാശം ചോദിച്ചു. വേറെ മനപ്പൂർവ്വം ഇവരാരും നമുക്ക് കുറച്ച് അവര് സാവകാശം അവര് തന്നു നമുക്ക്, പക്ഷെ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് അടയ്ക്കാത്തതാണ്. മനപ്പൂർവ്വം ഇവരാരും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നതല്ല. നമ്മള് ഒരു കാലതാമസം അടയ്ക്കാൻ പറ്റുമോ? കാലതാമസം നമുക്ക് 2 മാസം സമയത്ത് നമുക്ക് എന്തായാലും കിടപ്പാടില്ല. ഈ കൊച്ചിനെ കൊണ്ട് കൊച്ചി അവര് നമ്മളിവിടെ പോകുമ്പോൾ വേറെ നിവർത്തി നമുക്കില്ല. അവരിനി പറഞ്ഞ പോലീസിനെ കൊണ്ട് അവർ ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിവരമറിഞ്ഞ സ്ഥലത്ത് നാട്ടുകാർ കൂടി. വിസ്മയ ന്യൂസ് സംഘവും സ്ഥലത്ത് എത്തിയിരുന്നു. സംഗതി വാർത്തയാകുമെന്നും ഇടത് സർക്കാരിന് തന്നെ നാണക്കേടാകുമെന്നും മണത്ത വനിതാ മാനേജർ പിന്നീട് 15 ദിവസത്തിനകം കാശടയ്ക്കണമെന്ന ധാരണയുണ്ടാക്കി തിരികെ പോയി. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.